ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ അബ്രഹാം. കേരളത്തിൽ ഇന്ന് 4034 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. എറണാകുളം 484, പത്തനംതിട്ട 430, കൊല്ലം 408, കോട്ടയം 389, തൃശൂർ 386, കോഴിക്കോട് 357, മലപ്പുറം 355, ആലപ്പുഴ 275, തിരുവനന്തപുരം 255, കണ്ണൂർ 206, പാലക്കാട് 147, കാസർഗോഡ് 140, വയനാട് 131, ഇടുക്കി 71 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 4823 പേർ രോഗമുക്തരായി. ഇതോടെ ഇനി ചികിത്സയിലുള്ളവർ 54,665 പേരാണ്. ഇതുവരെ 9,81,835 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണവും കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4119 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 69,604 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 5.8 ഇതുവരെ 1,11,37,843 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. കേരളത്തിൽ പുതുതായി ഒരാൾക്ക് ജനിതക വകഭേദം വന്ന വൈറസ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് സ്വദേശിയായ 72കാരനാണ് ജനിതക വകഭേദം വന്ന വൈറസ് സ്ഥിരീകരിച്ചത്. UK-യിൽ നിന്നും എത്തിയ കോഴിക്കോട് സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ളയാൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 81 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3674 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 258 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 21 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,35,225 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 4 പുതിയ ഹോട്ട്സ്പോട്ടുകളും പ്രഖ്യാപിച്ചു. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 372 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെയും വാഹനങ്ങളെയും കർണാടക അതിർത്തികളിൽ തടയുന്നത് ഒഴിവാക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കർണാടകം നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ വിദ്യാർത്ഥികളും ആശുപത്രി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അവശ്യ സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പോലും തടയുന്ന സ്ഥിതിയുണ്ട്. അന്തർ സംസ്ഥാന യാത്രയ്ക്ക് നിയന്ത്രണം പാടില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് ഈ നടപടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ അനുകൂല നടപടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കോവിഡ് വാക്സിൻ കൂടുതൽ ലഭ്യമാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൂടുതൽ പേർക്ക് കഴിയുന്നത്ര വേഗത്തിൽ വാക്സിൻ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യരംഗത്തെ വിദഗ്ധരുമായുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമായി നവകേരളം CM കൺസൾട്ട് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് പ്രതിരോധത്തിൽ കേരളം ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ നാടിനെ കുറ്റം പറഞ്ഞിരുന്നവർ കോവിഡ് മഹാമാരി വന്നപ്പോൾ നാട്ടിലേക്ക് വരുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചത് നമ്മുടെ ആരോഗ്യമേഖലയുടെ പ്രത്യേകത മൂലമാണ്. ആ മേഖലയെ കാലാനുസൃതമായി ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. കേരളത്തിൽ കൂടുതൽ പേർ കോവിഡ് ബാധിക്കാത്തവരായുള്ളവരാണ്. ഈ സാഹചര്യത്തിൽ വാക്സിനേഷൻ വേഗത്തിലാക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് വാക്സിൻ ലഭ്യമാകുന്നതനുസരിച്ച് നമുക്ക് വാക്സിനേഷൻ നടത്താനാകൂ. ഇത് കൂടുതൽ ലഭ്യമാക്കാൻ ശ്രമങ്ങളുണ്ടാകും. ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ പടിപടിയായി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 621 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 213 പേരാണ്. 14 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 3345 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിൽ ഗണ്യമായ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിൽ 6,28,000 പേർ വാക്സിൻ സ്വീകരിച്ചു. ഇതുവരെ 1,18,00,000 പേർക്ക് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ മൊത്തം സജീവ കോവിഡ് കേസുകൾ 1.5 ലക്ഷത്തിൽ താഴെയായി കുറഞ്ഞു. നിലവിൽ 1,47,300 കേസുകളാണ് ഉള്ളത്. രാജ്യത്തെ മൊത്തം പോസിറ്റീവ് കേസുകളുടെ 1.34% മാത്രമാണ് ഇത്. പ്രതിദിന സ്ഥിരീകരണ നിരക്ക് 3% താഴെയായി തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 78 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് വ്യാപനം രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിലെ അമരാവതി നഗരസഭാ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ ദിവസം 5,211 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. മുംബൈയിൽ മാത്രം 760 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5 ലക്ഷമായി. ഇന്നലെയാണ് മരണസംഖ്യ 5 ലക്ഷത്തിലെത്തിയത്. മരണനിരക്കിൽ 2ാം സ്ഥാനത്തുള്ള ബ്രസീലിനേക്കാൾ 2 ഇരട്ടിയാണ് അമേരിക്കയിലെ മരണസംഖ്യ.
മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു നിമിഷം മൌനം ആചരിക്കുകയും മെഴുകുതിരി തെളിക്കുകയും ചെയ്തു. 5 ദിവസത്തേക്ക് അമേരിക്കൻ പതാക താഴ്ത്തിക്കെട്ടാനും പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈറസ് വ്യാപനം തടയുന്നതിന് മുഖാവരണം ധരിക്കുന്നതുൾപ്പെടെയുള്ള മാർഗ്ഗങ്ങൾ കർശനമായി പാലിക്കാൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിലും വിയറ്റ്നാം യുദ്ധത്തിലും കൊല്ലപ്പെട്ട ആകെ അമേരിക്കൻ സൈനികരേക്കാൾ കൂടുതൽ ജീവനഷ്ടം കോവിഡ് മൂലം അമേരിക്കയ്ക്കുണ്ടായെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് 2 ദശലക്ഷം ഡോസ് കോവിഡ് പ്രതിരോധ മരുന്ന് ബംഗ്ലാദേശിന് നൽകി. ഇത് 2ാം തവണയാണ് ഇന്ത്യ ബംഗ്ലാദേശിന് കോവിഡ് പ്രതിരോധ മരുന്ന് നൽകുന്നത്. ജനുവരിയിൽ 5 ദശലക്ഷം ഡോസ് ഇന്ത്യ നൽകിയിരുന്നു. ഈ മാസം 7 മുതലാണ് ബംഗ്ലാദേശിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചത്. 20.82 ലക്ഷത്തിലധികം പേർ ഇതുവരെ ബംഗ്ലാദേശിൽ പ്രതിരോധ കുത്തിവയ്പ് എടുത്തു. ഒരു മാസത്തിനുള്ളിൽ 6 ദശലക്ഷം പേർക്ക് വാക്സിൻ നൽകാനാണ് ബംഗ്ലാദേശ് ലക്ഷ്യമിടുന്നത്. 25ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ തലശ്ശേരി പതിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി എ.കെ. ബാലൻ ഓൺലൈനായി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. രാവിലെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കേരളം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 2 വിക്കറ്റിന് 155 റൺസ് എന്ന നിലയിലായിരുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്തവണ 15,730 അധിക പോളിംഗ് ബൂത്തുകൾ ക്രമീകരിക്കും. മലങ്കര സഭാധ്യക്ഷൻ ബസേലിയോസ് മാർ പൌലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അദ്ദേഹത്തെ പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായി കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവ്ജോത് ഖോസ. ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുന്ന ക്രമീകരണങ്ങളോട് ഭക്തജനങ്ങൾ സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. ക്ഷേത്രത്തിലും പരിസരത്തും ഏർപ്പെടുത്തിയിരിക്കുന്ന കോവിഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ കളക്ടർ നേരിട്ട് വിലയിരുത്തി. ഈ മാസം 27-നാണ് ആറ്റുകാൽ പൊങ്കാല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിരത്തുവക്കിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും പൊങ്കാലയിടുന്നത് പൂർണ്ണമായി ഒഴിവാക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനമൊട്ടാകെ എല്ലാ സ്കൂൾ യൂണിറ്റുകളിലും കോവിഡ് പ്രതിരോധ ജാഗ്രതാ മതിൽ സജ്ജീകരിച്ചു. കോവിഡ് കാലയളവിൽ സമൂഹത്തിന്റെ ജീവിതശൈലിയിൽ വന്ന മാറ്റം കണക്കിലെടുത്താണ് വിദ്യാലയത്തിന്റെ പ്രവേശന കവാടത്തിൽ ജീവിതശൈലി ആന്റി ടുബാക്കോ സന്ദേശങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത് പെയിന്റിംഗ് ചെയ്താണ് കോവിഡ് പ്രതിരോധ ജാഗ്രതാ മതിൽ തയ്യാറാക്കിയത്. രാജ്യത്തെ ആരോഗ്യമേഖലയ്ക്ക് ആഗോളതലത്തിൽ വലിയ അംഗീകാരമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യമേഖലയിലെ ബജറ്റ് നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ വൻ സാമ്പത്തിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ ആരോഗ്യമേഖലയെ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് വാക്സിന്റെ ഉത്പാദനം ഇനിയും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. രാജ്യത്തെ ആരോഗ്യമേഖലയ്ക്ക് മുമ്പത്തേക്കാളേറെ വിഹിതമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അടിയന്തര സാഹചര്യം നേരിടാൻ നാം തയ്യാറായിരിക്കണം. കോവിഡ്-19 ആരോഗ്യരംഗത്തെ പുതിയ പാഠങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ ഇത് നമ്മെ പ്രാപ്തമാക്കും. 2025ഓടെ ക്ഷയരോഗം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വനിതാ കമ്മീഷൻ കോഴിക്കോട് മേഖലാ ഓഫീസ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ വനിതാ കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ കല്യാശ്ശേരിയിലെ കെൽട്രോൺ കോംപ്ലക്സിൽ ഡോക്ടർ കെ.പി.പി. നമ്പ്യാർ സ്മാരക ഇലക്ട്രോണിക്സ് ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദക കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാജ്യത്തെ തന്നെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രത്തിനാണ് തറക്കല്ലിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഇലക്ട്രോണിക്സ് രംഗത്തെ വികസനത്തിന് നിരവധി സംഭാവനകൾ നൽകിയ കെ.പി.പി. നമ്പ്യാരുടെ വലിയ സ്വപ്നമാണ് ഇലക്ട്രോണിക്സ് ഗവേഷണ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടെ സാക്ഷാത്കരിക്കപ്പെടുന്നതെന്നും ശ്രീ പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള അത്യാധുനിക സൌകര്യങ്ങളോടെ തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോ നവീകരിക്കുന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന നവീകരണത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഡിജിറ്റൽ യുഗത്തിലെ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ സൌകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ആധുനിക സൌകര്യങ്ങളും ഉൾപ്പെടുത്തി ആദ്യഘട്ട നവീകരണം 63.6 കോടി രൂപ ചെലവിലാണ് ആരംഭിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ ഒപ്പം നിർത്തുന്ന നിലപാടിൽ സർക്കാർ ഒരു മാറ്റവും വരുത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം, കൊല്ലം, ആലപ്പുഴ, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളിലെ 34.17 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്രയുടെ സമാപന ചടങ്ങ് ശ്രീ രാഹുൽ ഗാന്ധി MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നുവെന്ന് ശ്രീ രാഹുൽ ഗാന്ധി ആരോപിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.